കേരളത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച പട്ടയ മിഷൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു നേരത്ത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചില മാധ്യമ സുഹൃത്തുക്കൾ നേരത്തെ തന്നെ പട്ടയ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ചില മാധ്യമ സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പട്ടയ മിഷനെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സംവദിക്കുക ഓരോരുത്തരായി പ്രയാസകരമാകും എന്നുള്ളതുകൊണ്ട് നേരിട്ട് അത് എല്ലാവരോടുമായി വിശദീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. കേരളത്തിലെ പതിവുമായി ബന്ധപ്പെട്ട് ഒരു മിഷന് നേതൃത്വം നൽകാൻ ഗവൺമെൻറ് ആലോചിച്ചു. കേരളത്തിലെ കഴിഞ്ഞ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 5 വർഷക്കാലത്തിനുള്ളിൽ 1,77,000 പേർക്ക് പട്ടയം നൽകുക എന്ന ഒരു ഏറ്റവും ജനകീയമായൊരു പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഈ ഗവൺമെൻറ് വരുന്ന കാലത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കാര്യമാണ്. 2 വർഷക്കാലത്തിനുള്ളിൽ ആദ്യത്തെ ഒരു വർഷത്തെ ഏതാണ്ട് 10 മാസക്കാലം കോവിഡിൻ്റെ കഠിനമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകപ്പെട്ടെങ്കിലും 2 വർഷക്കാലം കൊണ്ട് 1,22,000 പട്ടയങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1,22,897 ഏതാണ്ട് 1,23,000 പട്ടയങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കേവലം 2 വർഷക്കാലം കൊണ്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും പട്ടയത്തിൻ്റെ ജനകീയ മുന്നേറ്റത്തിലൊരു വലിയ മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഈ രണ്ടാം ഗവൺമെൻറ് വന്ന ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് അതിൻ്റെ മുദ്രാവാക്യം പ്രഖ്യാപിച്ച് 2021 മുതൽ 26 വരെ നീണ്ടു നിൽക്കുന്ന മിഷൻ ആൻഡ് വിഷൻ 2021-26 ഔപചാരികമായി പ്രഖ്യാപിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളതായിരുന്നു. എല്ലാ ഭൂമിക്കും രേഖ എന്ന കാര്യത്തിൽ ഇന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 1,53,000 ഹെക്ടർ ഭൂമി നവംബർ 1 ആരംഭിച്ച് ഒരു വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് അളന്ന് തീർക്കാനായി. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റമായി കേരളത്തിലും പോവുകയാണ് ഡിജിറ്റൽ റീസർവേ. എല്ലാവർക്കും ഭൂമി എന്ന വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ 2ാം വാർഷികത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ കോട്ടയത്ത് വെച്ചാണ് ഔപചാരികമായി പട്ടയ മിഷൻ പ്രഖ്യാപിക്കുന്ന തീരുമാനം ഉണ്ടായത്. പട്ടയ മിഷൻ 6 ഘടകങ്ങളടങ്ങുന്ന ഒരു പ്രത്യേകമായ പാക്കേജാണ്. അതിനകത്ത് ഏറ്റവും താഴെയുള്ള ഘടകം എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് വില്ലേജുകളിൽ കൂടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കാളികളായിട്ടുള്ള വില്ലേജ് തല ജനകീയ സമിതിയാണ്. ആ വില്ലേജിനകത്ത് പട്ടയം ലഭിക്കേണ്ട ആളുകൾ, പട്ടയം ലഭ്യമല്ലാത്ത ആളുകൾ, അവിടെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഭൂമി, ഇങ്ങനെ തുടങ്ങി പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വിവരശേഖരണം നടത്താനുള്ള അടിസ്ഥാന ഘടകമായി ഗസറ്റിലൂടെ വില്ലേജ് തല ജനകീയ സമിതികളെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനപ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ആ മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട MLA ചെയർമാനായി എല്ലാ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്താവുന്ന പട്ടയ അസംബ്ലികളും കേരളത്തിൽ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും ഉൾപ്പെടെ കേരളത്തിൽ 138 റവന്യൂ അസംബ്ലികൾ ഇതിനകം പൂർത്തീകരിച്ചു. അവിടെയും പട്ടയവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉയർന്നു വന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കാൻ ഓരോ നിയോജക മണ്ഡലത്തിനും തഹസിൽദാരുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസറായി മണ്ഡലങ്ങളിൽ ചുമതലയെടുത്തു. തഹസിൽദാർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, സബ് കളക്ടർമാർ, RDOമാർ, ADMമാർ, അങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഓരോ മണ്ഡലത്തിൻ്റെയും ചുമതലക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പട്ടയ അസംബ്ലിയിൽ ഉന്നയിച്ച പ്രശ്നങ്ങളും വില്ലേജ് തല ജനകീയ സമിതികളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ 3 സമിതികൾ അതോടുകൂടി രൂപപ്പെട്ടു. ഒന്ന്, താലൂക്ക് തലത്തിൽ അസൈൻമെൻറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പട്ടയങ്ങളുടെ നടപടി വേഗതയിലാക്കാൻ തഹസിൽദാർമാർ ചെയർമാന്മാരായി താലൂക്ക് തല ദൗത്യ സംഘം. അതിന് തൊട്ടുമുകളിൽ ജില്ലകളിൽ ഈ പ്രശ്നത്തെ ക്രോഡീകരിക്കാനും ജില്ലകളിലെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയുന്നതുമായ പട്ടയങ്ങളുടെ വിതരണത്തിന് ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ജില്ലാ തല ദൗത്യ സംഘം. അതിനു മുകളിൽ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണർ ചെയർമാനായി സംസ്ഥാനതല ദൗത്യ സംഘം. റവന്യൂവിൻ്റെ കീഴിൽ താലൂക്കിലും ജില്ലയിലും സംസ്ഥാനത്തും ഈ 3 പ്രത്യേക ദൗത്യ സംഘങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കും. എന്നാൽ പലയിടങ്ങളിലും ഭൂമി ഇപ്പോൾ BTRലോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ മറ്റു വകുപ്പുകളുടെ ഭാഗമായി കിടക്കുന്ന ഭൂമിയുണ്ട്. ഉദാഹരണത്തിന് റോഡ് പുറമ്പോക്ക്, കുളം പുറമ്പോക്ക്, പുഴ പുറമ്പോക്ക്, അതുപോലെ തന്നെ മേച്ചിൽപ്പുറങ്ങൾ, കന്നുകാലി സ്ഥലങ്ങൾ, വനഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥലങ്ങൾ, ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇത് മറ്റു വകുപ്പുകൾ കൂടിയായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായി ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് റവന്യൂ കൺവീനറായി റവന്യൂ വകുപ്പ്, നിയമവകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനം വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, ജലവിഭവ വകുപ്പ്, ഈ വകുപ്പുകളുടെ മേധാവികൾ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനതല നിരീക്ഷണ സമിതിയും ഇക്കാര്യത്തിൽ നിലവിൽ വന്നു. ഈ പ്രശ്നങ്ങൾ ഇവിടെയും തീർന്നില്ലെങ്കിൽ ഓരോ ചട്ടങ്ങളിലുമുള്ള സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധം നമ്മളൊരു പട്ടയ മിഷന് രൂപം നൽകി. ആ പട്ടയ മിഷൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പട്ടയം ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പട്ടയ ഡാഷ്ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട്. ആ ഡാഷ്ബോർഡ് 14 ജില്ലകളിലും ഇന്ന് എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പട്ടയ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ പരിശോധിക്കാൻ മന്ത്രി തന്നെ നേതൃത്വം നൽകുന്ന ഒരു പട്ടയ ഡാഷ്ബോർഡിൻ്റെ അദാലത്ത് 4 ദിവസമായി ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ല പൂർത്തീകരിച്ചു, ആലപ്പുഴ ജില്ല പൂർത്തീകരിച്ചു, പത്തനംതിട്ട ജില്ല പൂർത്തീകരിച്ചു, ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് കടന്നു. പട്ടയം ഡാഷ്ബോർഡിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ, ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടേറിയറ്റിൽ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ റവന്യൂ വകുപ്പിലെ വിവിധ സെഷനുകളിലായി പ്രവർത്തിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അവരെ കൂട്ടിച്ചേർത്താണ് ഈ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സ്ഥിരീകരണത്തിന് വേണ്ടി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് അയച്ചു നൽകും. പല കാരണങ്ങളാൽ അവിടെ കിടന്ന് താമസിച്ച ഒരുപാട് കേസുകളുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്ന് സർക്കാരിലേക്ക് എഴുതുമ്പോൾ സർക്കാരിലെ വിശാലമായിട്ടുള്ള വകുപ്പുകളിൽ ചെന്നുപെട്ട് തീരുമാനമെടുക്കാത്ത കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം അവിടെ ഉന്നയിച്ചാൽ ആ കേസുകൾക്ക് അപ്പോൾ പരിഹാരം നിർദ്ദേശിക്കാവുന്ന വിധത്തിൽ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു പട്ടയ ഡാഷ്ബോർഡിൻ്റെ അദാലത്ത് സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അദാലത്തിൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴ, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വളരെ ഗൗരവമായി വന്നിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു കടൽ പുറമ്പോക്ക്. കടൽ പുറമ്പോക്ക് നിയമപ്രകാരം 100 ഫീറ്റിനകത്ത് കടലുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ അസൈനബിൾ അല്ല എന്ന് മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. BTRൽ കടൽ പുറമ്പോക്ക് എന്നെഴുതിയാലും അസൈനബിളായ സ്ഥലം 100 ഫീറ്റിന് പുറത്തുള്ള സ്ഥലങ്ങളാണ്. 100 ഫീറ്റിന് പുറത്തുള്ള അത്തരം സ്ഥലങ്ങൾ വരുന്നുണ്ടെങ്കിൽ സാധാരണ നിലയിൽ അത് അസൈനബിൾ ആക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട്. അഥവാ ഏതെങ്കിലും വിധത്തിൽ BTRൽ തെറ്റായി രേഖപ്പെടുത്തിയത് ഇനം മാറ്റാനാണെങ്കിൽ ചട്ടം 11 പ്രകാരം സർക്കാരിലേക്ക് അയക്കാനുള്ള അനുവാദമുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് അങ്ങനെ മാറ്റാനുള്ള പ്രത്യേകമായിട്ടുള്ള അധികാരം സർക്കാരിലുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. തോട് പുറമ്പോക്ക്, പുഴം പുറമ്പോക്ക്, കുളം പുറമ്പോക്ക്, ജഗ്ബാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൻ്റെ കേസ് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എക്സെപ്ഷനായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള പുറമ്പോക്കുകൾ പതിച്ചു നൽകാൻ പാടുള്ളൂ എന്നാണ്. ഒന്നും പതിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല, എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ പതിച്ചു കൊടുക്കാനാകൂ എന്നാണ്. അപ്പോൾ ഓരോ കേസും പ്രത്യേകമായി പരിശോധിക്കണം. അത് എക്സെപ്ഷൻ ആവാനുള്ള കാരണം ഏത് എന്ന് അന്വേഷിക്കണം. ഇങ്ങനെ പുഴ പുറമ്പോക്ക് അല്ലെങ്കിൽ കുളം പുറമ്പോക്ക്, തോട് പുറമ്പോക്ക് തെറ്റായി രേഖപ്പെടുത്തിയതാണെങ്കിൽ അത് മാറ്റാനുള്ള അധികാരമുണ്ട്. തെറ്റായി BTRൽ വന്നതാണെങ്കിൽ, റിമാർക്സിൽ വന്നതാണെങ്കിൽ അത് ഇനം മാറ്റാനുള്ള സൗകര്യമുണ്ട്. അവിടെയുള്ള ആളുകളുടെ പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരാണോ, ഭൂരഹിതരായ തൊഴിലാളികളാണോ എന്നത് നോക്കി സർക്കാരിലേക്ക് നിർദ്ദേശിച്ചാൽ അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. കൈവശക്കാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യം പരിശോധിക്കാനുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ NOC നോക്കാനുണ്ട്. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രത്യേകം കേസുകളായി പരിഹരിക്കാൻ നമുക്കാകും. ഇത്തവണ നമ്മൾ വളരെ പ്രധാനമായിട്ടും ഒരു പ്രശ്നമായി ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിലെ 1282 കോളനികൾ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളാൽ പട്ടയങ്ങൾ ലഭ്യമാകാത്ത ആളുകളുണ്ട്. കോളനികളുടെ പട്ടയങ്ങൾ ഒരു പ്രത്യേക വിഷയമായി എടുത്ത് ഈ തിരുവനന്തപുരം ജില്ലയിൽ 2 മാസക്കാലത്തിനുള്ളിൽ 125 കോളനികളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്
കോളനി പട്ടയങ്ങളെ ഒരു പ്രത്യേക മിഷനാക്കിയെടുത്ത് കോളനികളിലുള്ളവർക്ക് പട്ടയം കൊടുക്കുക എന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ ജില്ലകളിലും ആ ട്രെൻഡ് നടപ്പിലാക്കും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രയാസകരമായ വിധത്തിലുള്ള പതിവുള്ളത് വനം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. 1977 മുമ്പ് കുടിയേറി താമസിച്ച ആളുകൾക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കാൻ ഭൂപതിവ് നിയമത്തിലെ 93 ചട്ടപ്രകാരമേ നമുക്ക് സാധിക്കൂ. അങ്ങനെ ചട്ടപ്രകാരം അത് നടപ്പിലാക്കണമെങ്കിൽ കേവലം റവന്യൂ വകുപ്പ് മാത്രം തീരുമാനിച്ചാൽ പോരാ. റവന്യൂ വനം വകുപ്പുകൾ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം, അവരുടെ NOC ലഭ്യമാക്കണം. അങ്ങനെ NOC കിട്ടിയാൽ അത് ടോപ്പോ ഷീറ്റിലാക്കി പരിവേഷ് പോർട്ടലിൽ എൻ്റർ ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പതിവ് ഇവിടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഭൂമി കൊടുക്കാൻ കഴിയൂ. അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, പുതിയ JVR നടത്താത്ത കഴിയാത്ത പ്രശ്നങ്ങൾ, പുതിയതായി അപേക്ഷ കൊടുക്കാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ ഇത് മലയോര മേഖലയിലും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പട്ടയ മിഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടന്നപ്പോൾ കേരളത്തിലെ മറ്റു വകുപ്പുകൾ, ജലവിഭവ വകുപ്പ്, ഇലക്ട്രിസിറ്റി വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മേധാവികളെയും മന്ത്രിമാരെയും വിളിച്ചു ചേർത്ത് പട്ടയ മിഷന് സഹായകരമാകുന്ന വിധത്തിലൊരു യോഗം കൂടി ഈ വരുന്ന ദിവസങ്ങളിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ പട്ടയ മിഷൻ രൂപീകരിച്ച് കേവലം പട്ടയ മിഷൻ എന്ന പ്രഖ്യാപനം നടത്തുകയല്ല, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പട്ടയ അസംബ്ലികൾ തീർന്ന് അവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലേക്ക് ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥതല വൈകൽ ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റാനും മന്ത്രി തന്നെ നേരിട്ട് ഒരു ദിവസം ഒരു ജില്ല എന്ന കണക്കിൽ എല്ലാ ജില്ലകളിലെയും ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടേറിയറ്റിലെയും ലാൻഡ് റവന്യൂ കമ്മീഷനിലെയും ഉദ്യോഗസ്ഥന്മാരെയും നിയമവിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓരോ കേസുകളും ചുരുളഴിച്ചുകൊണ്ട് അവർക്ക് പട്ടയം വേഗതയിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് വളരെ വലിയ പിന്തുണയാണ് പൊതുവിൽ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിനതീതമായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ വേഗത്തിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനം പോലെ മുന്നോട്ട് പോകാനായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.